നമസ്കാരം, വെൽക്കം ടു വിന്യാസ ടെക് ഹബ് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഓപ്പറേറ്റർ തസ്തിക നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. 735/2025 ആണ് അതിന്റെ കാറ്റഗറി നമ്പർ. സോ വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററോട് ബന്ധമുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ, ആർക്കൊക്കെ അപ്ലൈ വേണ്ടി പറ്റും, അതുപോലെ തന്നെ നമുക്ക് അതിന്റെ സിലബസ് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ഇപ്പൊ നിലവിൽ അത് നമ്മുടെ പ്രൊഫൈൽ ആക്റ്റീവ് ആണ്. 735 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് ITI ഇലക്ട്രീഷ്യനും അതിന്റെ ഹയർ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ MMEയും ഹയർ ക്വാളിഫിക്കേഷനും ആണ് നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് ഉള്ളത്. ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്ലോമ ബിടെക്കുകാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോസ്റ്റാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ നമ്മുടെ PSCയിൽ നേരത്തെ കൊടുത്തിരുന്ന ഹയർ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യം ഇതിനകത്ത് ഓട്ടോമൊബൈലുകാരുടെ പേരിലല്ലോ, ഡിപ്ലോമ ബിടെക് അല്ലെ ഓട്ടോമൊബൈലിന്റെ പേരിലല്ലോ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക, മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ MME ആണ്. MMEക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഓട്ടോമൊബൈൽ ഉണ്ട്. ഇതിലില്ലാത്തതാണെന്ന് അതുകൊണ്ട് നിങ്ങൾ പറ്റത്തില്ലെന്നൊന്നും അർത്ഥമില്ല. നിങ്ങളപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിപ്ലോമ ഓട്ടോമൊബൈലുകാരാണെന്നുണ്ടെങ്കിൽ MMEക്ക് തത്തുല്യമായിട്ട് നിങ്ങൾ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഇലക്ട്രീഷ്യന്റെ എല്ലാത്തിന്റെയും തന്നെ ക്വാളിഫിക്കേഷൻ അത് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഡിപ്ലോമയും ബിടെക് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോസ്റ്റ് തന്നെയാണ്. സോ നമ്മൾ അതിന്റെ ക്ലാസ് പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡെമോ ക്ലാസ്സിൽ കണ്ടു നോക്കാൻ പറ്റും. നമുക്ക് അതിന്റെ കംപ്ലീറ്റ്ലി സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകളാണ്. നമ്മൾ സൂം റെക്കോർഡ് ക്ലാസ് അല്ല, കംപ്ലീറ്റ്ലി സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകളായിട്ടാണ് ഇതിന്റെ ക്ലാസ്സസ് പോകുന്നത്. അതുപോലെ തന്നെ ക്ലാസിന്റെ PDF നോട്ട്സ് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് പ്രിന്റ് എടുക്കണമെങ്കിൽ പ്രിന്റ് എടുക്കാം. എക്സാമുകൾ ഉണ്ടാവും, MCQ ഡിസ്കഷൻ വീഡിയോ ഉണ്ടാവും. നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും, ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ഇത് എക്സാമിന്റെ സ്ലോട്ട് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ 3 മാസത്തിലായിരിക്കും എക്സാം വരുന്നത്. മിക്കവാറും ഓഗസ്റ്റ് തന്നെ എക്സാം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുക. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു സ്റ്റഡി പ്ലാൻ, ഓരോ ടോപ്പിക്ക് പഠിക്കാൻ പറഞ്ഞ ആ ടോപ്പിക്കിന്റെ ലൈവ് MCQ ഡിസ്കഷനും എക്സാമുകളും ഒക്കെ ആയിട്ട് നമ്മൾ അപ് ടു എക്സാം വരെയാണ് കോഴ്സിന് നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടാവുക. കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മുടെ ഓപ്പറേറ്ററിന് വേണ്ടി മാത്രം എടുത്ത ക്ലാസ്സുകളാണ്. പഴയ ക്ലാസ്സസ് ഒന്നുമല്ല, മറ്റുള്ള ഇലക്ട്രീഷ്യൻ കോഴ്സുകളുടെ ക്ലാസ്സസ് അല്ല. കംപ്ലീറ്റ്ലി ഓപ്പറേറ്റർ സിലബസ് അനുസരിച്ച് കംപ്ലീറ്റ് ക്ലാസ്സസും സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്. ഇനി എങ്ങനെ ക്ലാസ് കണ്ടു നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഫസ്റ്റ് കമന്റിലോ നമ്മളുടെ കോഴ്സിന്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിനകത്ത് തന്നെ ഓവർവ്യൂവിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കണ്ടന്റ് നോക്കുക, ഡെമോ വീഡിയോസ്. ഈ ഡെമോ വീഡിയോസ് ഓപ്ഷൻസ് നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഫോൾഡർ കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ വിന്യാസ് എഡ്യൂടെക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് കേരള PSC എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു കോഴ്സ് കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് സിലബസ് കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ 2022 നടന്ന ഓപ്പറേറ്റർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ 2 കഴിഞ്ഞ വർഷം നടന്ന ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അതുപോലെ തന്നെ സിലബസിനകത്ത് മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. ലാസ്റ്റ് നടന്ന 2022 സിലബസ് തന്നെ അപ്ഡേറ്റഡ് സിലബസ് ആയിരുന്നു. അതിനുശേഷം വന്നിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എക്സാം എല്ലാം തന്നെ ഈ ഒരു സിലബസ് തന്നെയാണ് ഫോളോ ചെയ്ത് പോയിരിക്കുന്നത്. സോ അതിനുശേഷം ഇലക്ട്രിക്കൽ ക്ലാസ്സസ് ഒന്നും മെക്കാനിക് ക്ലാസ്സസും 2 ഫോൾഡർ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു 60-70% കണ്ടന്റ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്ത് ആപ്പിലാക്കിയിട്ടുണ്ട്. ബാക്കി ക്ലാസ് നമ്മൾ ഒരു വീക്കിലി ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ നോക്കിക്കഴിഞ്ഞാൽ 48 വീഡിയോസ്, 20 ഫയൽസ്, 32 ടെസ്റ്റ് എന്ന് വരും. ഇലക്ട്രിക്കൽ ഓപ്പൺ ആക്കുക അല്ലെങ്കിൽ മെക്കാനിക്കൽ ഓപ്പൺ ആക്കുക. ഇലക്ട്രിക്കൽ ഓപ്പൺ ആക്കിയാൽ മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3, 4, 5, 6, 7 ഇത്രയും മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് കിടപ്പുണ്ട്. നിങ്ങൾ നോക്കി, മോഡ്യൂൾ 1 5 വീഡിയോസ്, നോട്ടിന്റെ ഒരു ഫയൽ ഉണ്ടാകും. അത് പ്രിന്റ് എടുക്കണമെങ്കിൽ പ്രിന്റ് എടുക്കാം. 6 ടെസ്റ്റുകളുണ്ട്. പിന്നെ മോഡ്യൂൾ 2 അതുപോലെ 5 വീഡിയോ, 2 ഫയൽ, 5 ടെസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കണ്ടന്റ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്ലാസ്സസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ, ബോർഡിൽ കണ്ടോ, ഇത് നമ്മുടെ ക്ലാസിന്റെ ഒരു വ്യൂ ആണ്. നമ്മൾ കംപ്ലീറ്റ്ലി ഫാക്കൽറ്റി കാണുന്ന രീതിയിലാണ് ക്ലാസ്സസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളെ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിന്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫാക്കൽറ്റി കാണുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ് എടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. ഇനി മെക്കാനിക്കൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പമ്പ് ആൻഡ് ഫാസ്റ്റനിങ്, ഐസി എഞ്ചിന്, വാൾസ്. ഇതിൽ വാൾവും ഐസി എഞ്ചിനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ പമ്പ് ആൻഡ് ഫാസ്റ്റനിങ് ആണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു മോഡ്യൂൾ പെൻഡിങ് ഉണ്ട്, നമ്മളത് ക്ലാസ് എടുത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മെക്കാനിക്കലിന്റെ ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ, സോ ഇതാണ് മെക്കാനിക്കൽ ക്ലാസിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫാക്കൽറ്റി കാണുന്ന രീതിയിലെ ക്ലാസ്സസ് കാണാൻ വേണ്ടി പറ്റും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. കണ്ടോ, ഇത് 2022 ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ ആണ് അത് കാണിച്ചിരിക്കുന്നത്. സോ ഇതുപോലെയാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. എന്തുകൊണ്ട് ഓപ്പറേറ്റർ എക്സാം പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് ഇലക്ട്രിക്കലുകാരും മെക്കാനിക്കലുകാരും തന്നെ അപ്ലൈ ചെയ്യുന്നതാണ്. സോ ഇലക്ട്രിക്കൽക്കാർ കുറേ നാളുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകൊണ്ട് തന്നെ പരീക്ഷ ഇലക്ട്രീഷ്യൻ എക്സാംസ് ഒക്കെ കുറേ വന്നിട്ടുണ്ട്. അതേ സെയിം സിലബസ് തന്നെയാണ്, ബേസിക് സിലബസ് ആണ് ഉള്ളത്. എല്ലാ ബേസിക് സിലബസ് ആണ് ഇലക്ട്രീഷ്യൻ ഉള്ളത്. സോ നിങ്ങൾക്ക് മെക്കാനിക്കൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ, ഒരുപാട് വലിയ കട്ടിയുള്ള ടോപ്പിക്കുകളൊന്നുമില്ല. നിങ്ങൾ കൃത്യമായിട്ടൊന്ന്
ഫോക്കസ് ചെയ്താൽ പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഒരുപാട് കോമൺ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. അതായത് ഇപ്പം സബ് എഞ്ചിനീയർ വരുന്നുണ്ട്, സബ് എഞ്ചിനീയറിന്റെ റാങ്ക് ലിസ്റ്റ് ഉള്ളവരുണ്ടാവാം. അതുപോലെ ഇലക്ട്രീഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ എക്സാം നടന്നിട്ടുണ്ട്, അതിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരുണ്ടാവാം. അപ്പം ഇവരെല്ലാം തന്നെ റാങ്ക് ലിസ്റ്റ് വരും. ഓരോരുത്തർ ഹയർ ക്വാളിഫിക്കേഷൻ കിട്ടുന്നതനുസരിച്ച് ഹയർ ജോബ് കിട്ടുന്നതനുസരിച്ച് മാറിപ്പോയിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ വട്ടം സംഭവിച്ചത് അത് തന്നെയാണ്. കഴിഞ്ഞ വട്ടം 500-ലധികം അഡ്വൈസിൽ പോയിട്ടുള്ള 500 പോസ്റ്റ് ഒന്നും അവിടെ പുതുതായിട്ട് ആളെ എടുത്തിട്ടൊന്നുമില്ല. കയറുന്നവർ മാറി പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കുറച്ച് താഴെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു സാധ്യതയാണ് ഓപ്പറേറ്റർ പരീക്ഷ എന്ന് പറയുന്നത്. വളരെ അത്യാവശ്യം നന്നായിട്ട് വേക്കൻസി ഒക്കെ വരുന്ന, അല്ലെങ്കിൽ റിട്ടയർമെന്റ് വേക്കൻസീസ് ഒക്കെയാണ് അത്യാവശ്യമൊക്കെ വരുന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പഠിക്കാൻ പറ്റിയ ഒരു സിലബസ് ആണ്. ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സിലബസ് ഒന്നുമല്ല, പഠിക്കാൻ പറ്റിയ ബേസിക് സിലബസ് തന്നെയാണ്. ഇനി നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ റിസൾട്ട് ഞാൻ പറഞ്ഞു, 40-ലധികം ഉദ്യോഗാർത്ഥികളാണ് നമ്മളുടെ കഴിഞ്ഞ വട്ടത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലിയിൽ കയറിയത്. അതിൽ തന്നെ 4ാമത്തെ റാങ്ക്. അവരെല്ലാം തന്നെ ഇപ്പം ഓൾറെഡി സബ് എഞ്ചിനീയർ ആയിട്ടും അല്ലാതെയൊക്കെ AMV ആയിട്ട് പോയവരുണ്ട്. അങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അടുത്ത റാങ്ക് ലിസ്റ്റിലും അതേപോലെ പ്രോസസ് ആയിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. കിട്ടുന്നവർ മാറി മറ്റു ജോലിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഫസ്റ്റ് കമന്റിലോ പിൻ ചെയ്ത് വെക്കാം, കഴിഞ്ഞ വട്ടം നമ്മുടെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ. അപ്പം നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ഡെമോ ക്ലാസ് കണ്ടു നോക്കാം. തീർച്ചയായിട്ടും ക്ലാസ് കണ്ട് തന്നെ വിലയിരുത്തുക. ക്ലാസ് കാണാതെ ഒരു ഡിസിഷൻ എടുക്കരുത്. നിങ്ങൾ ക്ലാസ് കണ്ടു നോക്കുക, കമ്പയർ ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന എവിടെ നോക്കുക, അത് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. അപ്പം കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് ക്ലാസ് കാണാനുള്ള ലിങ്കും ഒക്കെ അയച്ചു തരും. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.